ഇപ്പോൾ ആ പാർട്ടിയുടെ കൊടി പണയപ്പെടുത്തിയില്ലേ? അന്ന് പറഞ്ഞു അത് വയനാട്ടിൽ ഇപ്പോൾ തൽക്കാലത്തൊരു സാഹചര്യം മാത്രമാണ്, പുറത്ത് കാണിക്കാൻ പറ്റാത്തൊരു കൊടിയാണെന്നുണ്ടെങ്കിൽ എന്തിനാ ആ കൊടിയായിട്ട് നടക്കുന്നവർ, ആ കൊടിയുമായി നടക്കുന്നത്? ഒന്ന്. അത് കഴിഞ്ഞ് അത് വയനാട്ടിൽ മാത്രമാണെന്ന് പറഞ്ഞു. പിന്നെ പാലക്കാടും ആ കൊടി കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു രാഹുൽ ചെല്ലുന്ന സമയത്ത്. അതുകൂടാതെ ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരിക്കുന്നുണ്ട്, അവിടെ കൊടി കാണിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ എന്തിനാ പിന്നെ ഈ കൊടിയേറ്റ് നടക്കുന്നത്? ആ കൊടി താഴെ വെച്ചൂടെ? പണ്ട് ഗൗരിയമ്മയെക്കുറിച്ച് ചുള്ളിക്കാട് എഴുതിയ കവിതയുണ്ടായിരുന്നു, മതി ഗൗരിയമ്മയെ കൊടി താഴെ വയ്ക്കൂ, ഒരു മുണ്ടെടുക്കാൻ തട്ടെടുക്കുക എന്ന് പറഞ്ഞ കവിത ഉണ്ടല്ലോ. ഒരു പുടവാളെടുക്കാം, കൊടുങ്കല്ലൂർ ചെല്ലാം, ഒരു കാവുതി ഉണ്ടാന്നൊക്കെ പറഞ്ഞ് കവിത ഉണ്ടായിരുന്നു. നെറികെട്ട കാലം കനിവറ്റ ലോകം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്നതുപോലെ ആ അവസ്ഥ ഇവർക്ക് ബാധകമാവില്ലേ? ആ ആ ആ ആ ആ ആ അതെ. അങ്ങനെ ഇടതുപക്ഷത്തിൻ്റെ അറിവിലോ അനുഭവത്തിലോ ഉള്ളൊരു കാര്യമല്ല. പക്ഷേ ലീഗിന് വോട്ട് ചെയ്തിരുന്ന ഒരു വലിയ ജനവിഭാഗം അതിലൊരു ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് അവരുടെ ഭാഗം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പൊട്ടിത്തെറികൾ അതൊക്കെ. മുസ്ലിം ലീഗിന് കാലങ്ങളായി വോട്ട് ചെയ്തിരുന്ന വലിയൊരു ജനവിഭാഗമാണ് ഇവരൊക്കെ. അവരൊക്കെ തന്നെ ഒരു പൊട്ടിത്തെറിയുടെ വക്കിലാണ്, ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് അത് നടന്നത്. അല്ലാതെ ഇടതുപക്ഷത്തിന് അതിലേക്ക് ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമേ ഇല്ല. ഇപ്പോൾ ഇന്നൊക്കെ സുപ്രഭാതം പത്രം തെരുവിൽ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സുപ്രഭാതം പത്രം ലീഗുകാർ കത്തിക്കുകയാണ്, തെരുവിൽ കത്തിക്കുകയാണ്. എവിടേക്കായി പോകുന്ന കാര്യം? അപലപനീയമാണത്, അപലപനീയം. എങ്കിൽ പിണറായിയുടെ ഫോട്ടോ വെച്ചുകൊണ്ടൊരു പരസ്യം അതിലുണ്ടായി എന്ന് കണ്ടിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ചന്ദ്രിക പത്രം പിണറായിയുടെ ഫ്രണ്ട് പേജിൽ പരസ്യം വെച്ചുകൊണ്ട് വികസന നായകൻ UAE നിന്നും പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു, ഗൾഫിൽ എന്ന ദിവസം ചന്ദ്രികയിൽ അല്ലേ? അല്ലെങ്കിൽ അത് പച്ചര കൂട്ടത്തിൽ. അപ്പോൾ ചന്ദ്രിക കത്തിക്കണ്ടേ? അല്ല, ഇവിടുത്തെ ചന്ദ്രികയിലും ഗൾഫിൽ നിന്നൊക്കെ ഉണ്ടായി. അപ്പോൾ അത് കത്തിക്കണമല്ലോ. അതാര് കത്തിക്കണം? ഇതൊക്കെ എത്ര കാലം ഇവരുടെ ഗുണ്ടായിസം അതൊക്കെ ആസൂത്രിതമായി ചെയ്ത പരിപാടിയാണ്. ആ അതെ. കൃത്യമായി ജിഫ്രി തങ്ങളുടെ ആ പ്രസ്താവന നേരെ വള്ളിക്ക് പുള്ളി തെറ്റാതെ വായിച്ചു നോക്കൂ. അദ്ദേഹം എന്താ പറഞ്ഞത്? സമസ്തക്ക് രാഷ്ട്രീയമില്ല, സമസ്തയിലെ ആളുകൾക്ക് രാഷ്ട്രീയമാവാം, അവർക്ക് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളതിൽ പ്രവർത്തിക്കുകയോ വർക്ക് ചെയ്യുകയോ വോട്ട് ചെയ്യുകയോ ചെയ്യാം. പക്ഷേ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല പ്രത്യേകമായ ഒരു പാർട്ടിക്ക് വർക്ക് ചെയ്യാനോ ഒരു പാർട്ടിക്ക് മാത്രം വോട്ട് ചെയ്യാനോ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. സമസ്തയുടെ വോട്ട് ലീഗിനാണെന്ന് പറഞ്ഞ് അഹങ്കരിക്കേണ്ടതെന്ന് തന്നെയാണ്. അതേസമയം CPM-നാണെന്നും വിചാരിച്ചു അഹങ്കരിക്കേണ്ടതാണ്, ഇടതുപക്ഷത്തിനാണെന്നും. സമസ്തയുടെ ആളുകൾക്ക് ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം എന്നത് തന്നെയാണ് വ്യക്തമായിട്ടുള്ള ആ റിപ്പോർട്ട്. അത് അവരാഗ്രഹിച്ചത് വേറെ ഒന്നായിരുന്നു. അവരാഗ്രഹിച്ചത് സമസ്ത ലീഗിനൊപ്പവും ലീഗ് സമസ്തക്കൊപ്പവും മാത്രമാണ് എന്നൊക്കെ തങ്ങൾ പറഞ്ഞു കൊടുക്കും എന്നാണ് വിചാരിച്ചു പോയി. പക്ഷേ തങ്ങൾ വളരെ കൂലങ്കഷമായി ചിന്തിച്ച് അർത്ഥവത്തായ മറുപടിയാണ് തങ്ങൾ കൊടുത്തത്.